നമസ്കാരം. പുസ്തക പേജിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അവതാരിക ദീപ ആന്റണി. അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെയ് വരെയൊക്കെ എന്തായാലും ലോക്ക്ഡൌൺ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. നമ്മൾ എല്ലാവരും വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെ ഇതിനെ കാണാൻ തയ്യാറായിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ സമയം സ്വല്പം അധികം ഉള്ളത് കൊണ്ട് ഇതുവരെ എന്റെ പുസ്തകങ്ങളുടെ കെട്ടിന്റെ ഇടയിൽ വലിപ്പം കൊണ്ട് മാത്രം ഞാൻ തൊടാതിരുന്ന പല പുസ്തകങ്ങളും പതുക്കെ പൊടി തുടച്ചെടുത്ത് വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ തീർത്തൊരു പുസ്തകം ദ കോർട്ടിസൻ, ദ മഹാത്മാ ആൻഡ് ദി ഇറ്റാലിയൻ ബ്രാഹ്മൺ എന്ന മനു എസ് പിള്ള എഴുതിയ പുസ്തകമാണ്. ഇത് ചെറിയ ചെറിയ എസ്സേസ് ആണ്, പക്ഷെ വലിപ്പം കുറച്ചുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചെറിയ ചെറിയ എസ്സേസ് ആയതുകൊണ്ടും ചരിത്രമായതുകൊണ്ടും ഒക്കെ വളരെ രസകരമായി വായിച്ച് തീർക്കാൻ സാധിച്ച ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ എന്നെ അറിയിക്കണം. @dtalks DWTALKZ എന്ന എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലേക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചാലും മതി കേട്ടോ. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ലോക്ക്ഡൌണിലാണ്. അപ്പോ ചെറിയൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. കാരണം ലോക്ക്ഡൌൺ കഴിയുമ്പോഴുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും ഇത് മാറുക? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതികളെല്ലാം മാറുകയാണ്. അത് കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ലോകമെമ്പാടുമാവട്ടെ. കാരണം COVID-19 വന്ന് പോയതിനു ശേഷമുള്ള ലോകം, നമ്മളെല്ലാവരും പുറത്തിറങ്ങാൻ ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു ലോകം എത്തരത്തിലായിരിക്കും മാറുക എന്നുള്ളത് ഒരു ആശങ്കയുടെ വിഷയം തന്നെയാണ്. അപ്പോ നമ്മുടെ കൂടെ ഇന്ന് ഒരു അതിഥി ചേരുന്നുണ്ട്. ഇദ്ദേഹം ധാരാളമായി നമ്മുടെ പത്രമാധ്യമങ്ങളിലും അതല്ല ടെലിവിഷൻ ചാനലിലുമൊക്കെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള ചർച്ചകളിൽ ധാരാളമായി വരാറുണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീഡിയോ ബ്ലോഗ് ഉണ്ട്. അവിടെയും അദ്ദേഹം ഈ പറയുന്നത് പോലെ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് സാമ്പത്തിക മാറ്റങ്ങളെ പറ്റിയൊക്കെ ധാരാളമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ VK ആദർശാണ് ഇന്ന് നമ്മുടെ കൂടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞത് കൂടുതൽ സ്വയം പരിചയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. ഞാൻ VK ആദർശ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയില് ചീഫ് മാനേജർ ടെക്നിക്കലാണ്. സാങ്കേതിക വിദ്യയും ബാങ്കിങ്ങും ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്തുടരാറുണ്ട്, എഴുതാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഒപ്പം തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതേ വിഷയത്തില് ഗവേഷകനുമാണ്, PhD ഗവേഷകനാണ്. ഇതാണ് എന്നെ പറ്റി പറയാനുള്ളത്. കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോ നമുക്ക് ഉടനെ തന്നെ വിഷയത്തിലേക്ക് കടക്കാം. പലർക്കും ഈ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ ആശങ്കയാണ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇത് എന്താകും? ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഏതാണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ഇനി അടുത്തത് Sample complete. Ready to continue?